ഓപ്ഷൻ വരും. സോറി, ലൈക്ക് ആവുന്നതാണ്. എത്ര മക്കൾ? എനിക്ക് 2 കുട്ടികളുണ്ട്, മകനും മകളും. പിന്നെ വേറെന്തുണ്ട്? ജീവിതത്തിൽ എന്തിനാ അഭിനയിക്കുന്നത്? ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ ഒരു അഭിനയം കൂടിയാണത്. നമ്മൾ ജീവിതത്തിൽ അതല്ലേ താൻ ചോദിച്ചില്ലേ അഭിനയിച്ചിട്ടുണ്ടോയെന്ന്. അഭിനയമല്ല, ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും ജീവിച്ചു തീർക്കുകയല്ലേ എന്ന്. ഓരോരുത്തർ അഭിനയിക്കുന്നു, നമ്മൾ ജീവിച്ചു തീർക്കുന്നു ജീവിതം. പിന്നെ വേറെന്തുണ്ട്? ആരാടാ പറഞ്ഞ ബംഗാളിയെന്ന്? ഇടിക്കണ്ട വാവോ. ജീവിതത്തിൽ അഭിനയിച്ചിട്ട് അവാർഡ് കിട്ടിയോ? പിന്നെ അവാർഡ് കിട്ടി. പിന്നെ വേറെന്തുണ്ട് വിശേഷം? ഭാര്യ എന്ന അവാർഡുണ്ട്, അമ്മ എന്ന അവാർഡുണ്ട്, മരുമകൾ എന്നുള്ള അവാർഡുണ്ട്, നാത്തൂൻ എന്നുള്ള അവാർഡുണ്ട്, എൻ്റെ മകളെന്ന അവാർഡുണ്ട്. പിന്നെ ബംഗാളിക്ക് എന്താ ഒരു കുഴപ്പം? എനിക്ക് വയ്യ. പിന്നെ വേറെന്തുണ്ട്? ഇതിനേക്കാളും വലിയ അവാർഡ് ഇനി ഈ ഭൂമിയിൽ കിട്ടാനില്ല. പിന്നെ പറയൂ മുത്തേ, വിശേഷങ്ങളൊക്കെ പറയൂ. 17 പേരുണ്ട്, 27 ലൈക്ക് ആയിട്ടുള്ളൂ. പ്ലീസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കൂ. ഓക്കേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് വിശേഷങ്ങൾ? 18 പേരുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. താങ്കൾ അവസാനമായി അഭിനയിച്ച റോളോ? അഭിനയിച്ചതല്ലടാ, ചെയ്ത ജോലി എന്ന് പറയുമ്പോൾ അവസാനമായിട്ട് കഴിച്ച പാത്രം കഴുകി വെച്ചു, കെട്ടിയോൻ കഴിച്ച പാത്രവും കഴുകി വെച്ചു, എല്ലാം ചെയ്തു. ദേ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നിട്ട് ഇപ്പം ലൈവ് ഇട്ടിരിക്കുന്നു. ഇതാണ് ഇപ്പം ലാസ്റ്റായിട്ട് ചെയ്തത്. ഇപ്പം കുറച്ച് മുന്നേ ചെയ്ത കാര്യം. കുറച്ച് നേരം കെട്ടിയോൻ്റെ അടുത്ത് സൊള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു ഇപ്പം ഈ ഒരു കാര്യം. പിന്നെ അതിന് മുന്നേ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അതായത് കിച്ചണിലെ ജോലി എന്ന് പറയുമ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഡിന്നർ ഉണ്ടാക്കി, പിന്നെ അതിനുള്ള കറി ഉണ്ടാക്കി, പിന്നെ അമ്മയെ വൈകിട്ടൊന്ന് കുളിപ്പിച്ചു, ചൂടുവെള്ളത്തിൽ കുറച്ച് ആയി കുളിപ്പിച്ചിട്ട്. അപ്പോൾ ഇന്നൊന്ന് കുളിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്തു. കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി, കെട്ടിയവന് ഭക്ഷണമൊക്കെ കൊടുത്തു. കെട്ടിയവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രമൊക്കെ എടുത്ത് ആ പാത്രത്തിൽ ഞാനും കഴിച്ചു. എന്നിട്ട് പാത്രവും കഴുകി വെച്ചു, എല്ലാം ചെയ്തു. ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇപ്പം ഫ്രീ ആയപ്പോൾ വിടുന്നു. ഇനി അടുത്തെന്ന് പറയുമ്പോൾ എന്താ? അടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ പോയി കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം, അടുത്ത് വീണ്ടും കിച്ചണിൽ ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. എല്ലാം ചെയ്തു വെച്ചിട്ട് ചടപടയെന്ന് പറഞ്ഞിട്ട് അടുത്ത് ഡ്യൂട്ടിക്ക് കയറണം. ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത് വീട്ടിൽ വരുന്നു, വീണ്ടും ഫുഡ് ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെയാണ് ജീവിതവും ജീവിതത്തിലെ ജോലികളും. ഫിനാൻഷ്യലായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് വലിയതൊന്നുമല്ല. ബാക്കി എല്ലാ രീതിയിലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ വേറെന്തുണ്ട് മുത്തേ വിശേഷങ്ങൾ? 19 പേരുണ്ട്, 28 ലൈക്കേ ആയിട്ടുള്ളൂ. പ്ലീസ് ലൈക്ക് അടിക്കൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ മൂസ 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 മൂസക്കുട്ടി, എന്തുണ്ട് മൂസക്കുട്ടി വിശേഷങ്ങൾ? സുഖമല്ലേ മൂസക്കുട്ടി വിശേഷങ്ങൾ? എന്തുണ്ട് മൂസക്കുട്ടി? ഞാൻ മാത്രമേ കമൻ്റ് ഇടുന്നുള്ളൂ. യെസ്, താങ്കളുടെ കമൻറ്റിന് ഞാൻ തരുന്ന മറുപടി ഇങ്ങോട്ട് ബാക്കിയുള്ളവരെല്ലാവരും നിൽപ്പുണ്ട്, അവരെല്ലാവരും കമൻ്റ് ഇട്ടോളൂ. ഹായ്, എവിടെ, എന്താ വിശേഷം? വിശേഷം സുഖം, സന്തോഷമായിട്ടിരിക്കണുണ്ട്. ഞാൻ എറണാകുളത്താണ്. പിന്നെ വേറെ എന്തുണ്ട്? ഓക്കെ എന്ന് പറയണുണ്ട്. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? 21 പേരുണ്ട്, 28 ലൈക്ക് ആയിട്ടുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക്. മൂസക്കുട്ടിയെ
മുത്തേ.